ഇപ്പൊ ടിവിയിലും പത്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിച്ച CID മൂസയെക്കുറിച്ചുള്ള പരാമർശങ്ങളേ ഉള്ളൂ. തെളിയിക്കപ്പെടാത്ത പല കേസുകളും മൂസയെ ഏൽപ്പിക്കണമെന്നുള്ള നിവേദനങ്ങളുടെ പ്രവാഹമാ ഓഫീസിൽ. എനിക്കൊന്ന് കാണണമല്ലോടുവാ CIDയെ. ആറ് കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവറാവോ മോനെ? കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കും. ഇതിന്റെയൊക്കെ കാശാര് കൊടുക്കും ഈശ്വര? അച്ഛൻ. ഏതച്ഛൻ? ഇവന്റെ അമ്മയുടെ നായര്. ആരെങ്കിലോട്ടെ വരൂ. മോളെ, ഇതാണ് CID മൂസ. ഹലോ. അറിയാം, ഇപ്പൊ കോളേജിലും ക്യാൻറ്റീനിലും എല്ലാരും മൂസ മൂസ എന്നാ പറയണേ. ക്യാൻറ്റീനിലാണെങ്കിൽ മൂസ എന്നാവില്ല, സമൂസ എന്നായിരിക്കും. എല്ലാവർക്കും ഒരു ചായ ആവാല്ലേ? അതെ. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ? ഞങ്ങൾ തന്നെ സാർ. അതെ. നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? അവരിവരൊക്കെയാണ്. ആരെങ്കിലും ആയിക്കോട്ടെ സാർ. മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെ ആരെങ്കിലും അല്ല സാർ. ഇതെന്റെ കൂടെ പറപ്പായ CID പ്രഭു, CID വിക്രം. സാർ, ഞങ്ങളോട് പേഴ്സണലായി അല്ല, എന്നോട് പേഴ്സണലായിട്ട് എന്താണ് സാർ പറയാനുള്ളത്? അന്ന് എന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? അത് പൊട്ടിത്തെറിച്ചപ്പോ മനസ്സിലായി കാണും അല്ലേ? ആരാണ് അതിന്റെ പിന്നിൽ? സാറിനെ കൊല്ലാൻ വന്നവനാണ് സാർ. അതെല്ലാവർക്കും അറിയാവോ? അതാരാണെന്നാണ് ചോദിച്ചത്. അത് ബോംബ് വെച്ചവൻ തന്നെ. സ്റ്റോപ്പ് ഇറ്റ് സാർ. ഞങ്ങൾ CIDകൾ എല്ലാ രഹസ്യങ്ങളും ക്ലൈമാക്സിലെ പറയാറുള്ളൂ. ശരി, നിങ്ങളുടെ ഏജൻസിക്ക് രഹസ്യമായി പോലീസിനും സഹായിച്ചൂടെ? സാർ, എങ്ങനെയുള്ള സഹായമാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാവുന്നവരാണല്ലോ നിങ്ങൾ. ആ സ്ഥിതിക്ക് എന്ന് വെച്ചാൽ ഞാൻ പോലീസിനെ പ്രതിയെ പിടിച്ചു കൊടുക്കണമെന്നാണോ സാർ പറയുന്നത്? വേണ്ട സാർ, പോലീസുമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ CIDകളെ ക്ലബ് ചെയ്യിപ്പിക്കണ്ട. അവരവരുടെ രീതിക്ക് അന്വേഷിക്കട്ടെ. സാറിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലിൽ അന്വേഷിക്കാം. അത് മതി. സാർ, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എനിക്കൊരു തോക്ക് വേണം. തനിക്കെന്തിനാ തോക്ക്? സാർ, ഞാൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതിന് ശേഷം എനിക്കുണ്ട് സാർ വധഭീഷണി. അതുകൊണ്ടാണ് സാർ ഒരു തോക്ക്. നിയമതടസ്സങ്ങളില്ലേ? അനുവദിക്കാം അല്ലേ സത്യനാരായണ? எக்ஸ்கியூஸ் மீ. நோ சார், துப்பாக்கி எல்லாம் ஒரு சாதாரண ஆளுக்கு அலோ பண்ணக்கூடாது. ஏதாவது ஆச்சுன்னா என்ன பண்ண முடியும்? സാർ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ VIP-കളുടെ ജീവൻ രക്ഷിക്കുന്നവനെ ഈ എന്റെ ജീവൻ ആര് രക്ഷിക്കും സാർ? സാർ, ഒരു തോക്ക്. ഓക്കെ, തനിക്ക് തോക്ക് തരാം, പക്ഷേ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇല്ല സാർ. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ട് നടക്കാനാണ് തോക്ക്? അതല്ല പറഞ്ഞത്. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം പോലീസിന് മാത്രമാണ്. പിന്നെ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കുകയാണെങ്കിൽ ആളപായം ഉണ്ടാവരുത്. മുട്ടിന് താഴെ വെടിവെക്കാവൂ. ഓക്കെ സാർ. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ? ഇത് വെക്കാനാ. അത് വെക്കുന്ന മൂക്കിലല്ല, ചെവിയിലാണ്. അതെനിക്കറിയാം. എന്റെ കോൺസെൻട്രേഷൻ പോണു. ഒച്ച വെക്കല്ലേ? അല്ല, വെടി മാറി എന്റെ നെഞ്ചത്ത് കൊണ്ടാ ഒച്ച വെക്കാമോ? അല്ല സൗദേവ, ഈ വെടി കൊള്ളാനുള്ള ആൾക്കാർ ഇതേ ഹൈറ്റിൽ മതിലേ കയറി അനങ്ങാതെ നിന്ന് തരുവാ. നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ വെടി വെച്ചോണ്ട് നടന്നോ? നിന്റെ പ്രായത്തിൽ എനിക്ക് പിള്ളേർ രണ്ടറിയോ? ഇതെന്റെ അമ്മയ്ക്ക് അറിയൂ. നിന്റെ ചേച്ചിയുടെ കാര്യ പറഞ്ഞേ. എടാ മോനെ, നിനക്കിപ്പോ കേസുകളായി, പ്രശസ്തിയായി, മുഖ്യമന്ത്രിയായിട്ട് ബന്ധമായി. ഇനി വേണ്ടത് നിന്റെ അമ്മയ്ക്കൊരു കൂട്ടാ. അതിന് അച്ഛനേക്കാളും പറ്റിയ ഒരാളെ കണ്ടുകിട്ടണ്ടേ? അച്ഛാ, എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. താമസിയാതെ ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരും. അയ്യടാ, കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരാള്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. തന്നോട് ആരാ പറഞ്ഞ്? എന്നെ കല്യാണം കഴിക്കാൻ തനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഇയാൾ എന്ത് കേസാ ഇതുവരെ തെളിയിച്ചിട്ടുള്ളത്? താൻ വെറും ശംഭുവാ, ശിക്കാരി ശംഭു. ശിക്കാരി ശംഭു? അതാരി? അതെ, വല്ലപ്പോഴൊക്കെ ബാലരമ വായിക്കണം. അതിൽ അങ്ങനെ ഒരാളുണ്ട്, കേട്ടിട്ടില്ലേ? ചക്ക ഇട്ടപ്പോ മൊയില് ചത്തു. ചക്ക, മൊയില്, ശംഭു, ഇവരും ഈ മൂസം തമ്മിൽ എന്താ ബന്ധം? താനും ശിക്കാരി ശംഭുക്ക് ഭാഗ്യത്തിനാ കേസ് തെളിയിക്കുന്നത്, അല്ലാതെ തനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല. ഇയാൾ വെറും മരം മണ്ടനാ, പോങ്ങൻ. കോമാളി വേഷം കെട്ടി വന്നിരിക്കുക. നോർത്ത് ഇന്ത്യ. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ച്? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. സത്യം. ദിവസവും ഒരുപാട് പെൺകുട്ടികളെ പുറത്തു വെച്ച് കാണുന്നവനെ ഞാൻ. എന്നിട്ട് അവരോട് തോന്നാത്ത ഈ പെൺകുട്ടികൾ തോന്നിയത് എന്താണെന്നറിയോ? അതുകൊണ്ടൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാ, ഇത്തിരി ലേറ്റ് ആയാലും ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. ബിക്കോസ്
Because I love you. അയ്യേ because I love you. ആ മിഠായി അവിടെ വെച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കയറ്റിയാൽ മതി. കാശ് എന്റെ. ഓ എന്റെ തൊപ്പി തൊപ്പി കയറ്റിക്കോ. ലവ് യുടാ.